നമസ്കാരം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര അനുഗ്രഹമാണ്. ഇന്ന് ലോകത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളുടെ പ്രധാന ഒരു കാരണം അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ്. അതിനൊക്കെയാണ് സൈക്കോളജി പഠിച്ച ആൾക്കാരും അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ആവശ്യം വരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ആൾക്കാർ പണം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പം ഒരു എത്തിക്സും ഇല്ലാതെ പോവുകയാണ്. ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞാൽ, കുറച്ച് നാൾക്ക് മുന്നേ എന്നെ ഒരു സ്ത്രീ വിളിച്ചു. അവർ കുടുംബപരമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്, സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. പണ്ടുള്ളവർ പറയത്തില്ലേ, അല്പം വിഷം മേടിക്കാൻ പണമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു, ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവരെന്നോടൊരു 10-20 മിനിറ്റ് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളുടെ ആവശ്യമുണ്ട്. കാരണം അവരുടെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം അവരിങ്ങനെ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട് പരിചയമുള്ള 2 ആൾക്കാരുടെ നമ്പർ ഞാൻ അവർക്ക് ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഷെയർ ചെയ്തപ്പോൾ അവർക്കും ആളെ പറഞ്ഞാൽ മനസ്സിലായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യും, നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ അവരെ കോൺടാക്ട് ചെയ്ത് കാണുമായിരിക്കും. എനിവേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വീണ്ടും വിളിച്ചു. എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഡ്യൂട്ടി ടൈമിലാണ്, ഞാൻ ഡ്യൂട്ടിയിലാണ്, എനിക്കൊരു ഇന്ന ടൈമിൽ എനിക്ക് ബ്രേക്ക് കിട്ടും, ആ സമയത്ത് വിളിച്ചോ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് അവരെന്നോട് വിളിച്ചു. ഏകദേശം 1 മണിക്കൂറോളം അവരെന്നോട് സംസാരിച്ചു. നമ്മളീ പറയുന്നത് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരാളുടെ വിഷമം കേൾക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമായി. പറയുന്ന ഒരാൾക്ക്, വിഷമിച്ചിരിക്കുന്ന ആൾക്ക്. അവരെന്നോട് ആദ്യം സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ മാനസികാവസ്ഥ പോലെ അല്ല എന്നോട് 1 മണിക്കൂറോടെ സംസാരിച്ചു. എൻ്റെ കഴിവൊന്നുമല്ല. ആക്ച്വലി അത് നമ്മളൊരാളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിലാക്സേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ആരാധനാലയങ്ങളൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കും. അവിടെ പോയി നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷേ ഉടനെ ദൈവം തിരിച്ച് നമുക്ക് പ്രവർത്തിക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ചെന്ന ഉടനെ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്കൊക്കെ റിസൾട്ട് കിട്ടുമെന്നല്ല. പക്ഷെ നമ്മളൊരു വിശ്വാസമാണ്. അല്ല, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ എവിടെയോ കൊണ്ടുവന്ന് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മെൻ്റൽ റിലീഫാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അവർ കുറേ നേരം സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു മാനസിക ഒരു പിരിമുറുക്കം കുറച്ച് കുറഞ്ഞു. അപ്പം ഞാനൊരു അവസാന ഭാഗമായപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ തന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോ? അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, സാറേ, ഈ ആൾക്കാരൊക്കെ പണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാര്യം? കാരണം അവരോട് പറഞ്ഞു, ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആദ്യമേ അവർ പൈസയാണ് ചോദിക്കുന്നത്. എന്താണ് എൻ്റെ പ്രശ്നമെന്ന് പോലും കേൾക്കാതെ അവരാദ്യം ഫീസ് അടയ്ക്കുക, എന്നിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ സംസാരിച്ചില്ല, അങ്ങ് പോയി. ശരിയാണ്, നമ്മളൊരാളുടെ കൂടെ പ്രത്യേകിച്ച് ഇതൊരു പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ആൾക്കാർ അവരുടെ സമയം സ്പെൻഡ് ചെയ്ത് ഒരാളുടെ കൂടെ അല്ല 1 മണിക്കൂറോ 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സ്പെൻഡ് ചെയ്ത സമയത്തിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടൊരു ഫീസ് വെക്കണം. പക്ഷെ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കൗൺസിലിംഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റു രീതി ചെയ്യുന്ന ആൾക്കാരെ പറ്റിയല്ല. ഈ സൈക്കോളജിയൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാൻ പോകുന്ന കുട്ടികളോടാണ് ഞാൻ ഈ പ്രത്യേകം പറയുന്നത്. ഇന്ന് നിങ്ങളെ തിരിച്ചറിയാൻ ഒരു മനുഷ്യനും ഇല്ല. പക്ഷേങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങളെ തിരിച്ചറിയുന്ന ആൾക്കാർ ഒരുപാട് പേര് വരും. ഈ ആൾക്കാർ വരുമ്പോൾ പിന്നെ നമ്മുടെ ഈ മുന്നാബായി MBBS എന്നുള്ള സിനിമയ്ക്കകത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു രംഗമുണ്ട്. വിഷം കഴിച്ച് ആശുപത്രിയിലേക്ക് വരുന്ന ഒരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിന് ആദ്യം ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കണ്ടേ, അല്ലാതെ ആ പേഷ്യൻറ്റിനോട് ഫോം ഫില്ല് ചെയ്യാനല്ല പറയണ്ടേ. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. ഇതുപോലെ തന്നെ ആയിരിക്കും നാളെ ഇന്നിപ്പോൾ നിങ്ങളെ ആരും തിരിച്ചറിയത്തില്ല. പക്ഷെ നാളെ നിങ്ങൾ ചിലപ്പം നിങ്ങളിടുന്ന റീൽസോ അല്ലെങ്കിൽ നിങ്ങളിടുന്ന വീഡിയോസോ അങ്ങ് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ആയി നിങ്ങൾ വളരെ ഫേമസ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വിഷമിച്ച ഒരാൾ വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, മറ്റേത് പ്രശ്നമല്ല, ഇതുപോലെ വിഷമിച്ച് വരുന്നൊരു വ്യക്തിയുടെ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നിങ്ങൾ അവരുടെ വിഷമം കേൾക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീസ് മേടിക്കുക. അത് ന്യായം, അതൊരു എത്തിക്സാണ്. കാരണം ഇപ്പം എന്നെപ്പോലൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസും അല്ല നിങ്ങളെ കഴിവുള്ള ഈ ഫീൽഡിനെ പറ്റി പഠിച്ചൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഈ പൈസ മുന്നിൽ കണ്ടുകൊണ്ട് ആൾക്കാരെ ഇഗ്നോർ ചെയ്ത് വിടുമ്പം ചിലപ്പോൾ ചിലപ്പം അയ്യോ, എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, ആ ഒരു മാനസിക വിഷമത്തിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കും. അല്ല, ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും കടുക്കുകയും ചെയ്യും, ആത്മഹത്യ ചെയ്യാം. അല്ലെങ്കിൽ കുടുംബമായിട്ട് ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കും. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ജീവിതം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജീവിതം ചിലപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. പണം മാത്രമല്ല ജീവിതത്തിൽ നിങ്ങളുടെ ഈ പറയുന്ന പ്രശസ്തി കാര്യങ്ങളും ഒക്കെ ഇല്ലാത്തൊരു സമയം ഉണ്ടാകും ഏതൊരു മനുഷ്യനും. ഞാൻ പറഞ്ഞ ഇപ്പം ഫേമസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പൊയ്ക്കോട്ടെ, അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവരിപ്പോൾ ഭയങ്കര ഫേമസാണ്. അവരിടുന്ന വീഡിയോസിനൊക്കെ ലൈക്കും ഷെയറും ഒക്കെ പോവും. അവരൊക്കെ പൊക്കിക്കൊണ്ടൊക്കെ ഒരു ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണം. ഇവർ ഈ പറഞ്ഞപ്പം എന്നോട് ഈ വിഷമം പറഞ്ഞപ്പോൾ ഞാൻ ഈ പറയുന്ന 1-2 ആൾക്കാരൊക്കെ ഞാൻ ചുമ്മാ ഒരു മെസ്സേജ് അയച്ചു നോക്കി. ഫസ്റ്റ് മെസ്സേജിൽ ഓട്ടോ റിപ്ലൈ ആണ് വരുന്നത്, എങ്കിലും
പണമാണ് അവർ ചോദിക്കുന്നത്. ആദ്യം നിങ്ങൾ പേ ചെയ്യൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ്. എന്ത് പ്രശ്നം സൊല്യൂഷൻ തരും, പക്ഷേ നിങ്ങൾ അതിന് പണം കൊടുക്കണം. എത്തിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ പറഞ്ഞ മുന്നാവ MBBS ലാസ്റ്റ് രംഗം നിങ്ങൾ ഓർക്കണം. ഈ ഒരു മാനസികാവസ്ഥയിൽ ഒരു വിഷം മേടിച്ച് കുടിക്കാൻ കഴിവില്ലാത്ത ഒരാളുടെ അവസ്ഥയിൽ അവരാദ്യം പൈസ കൊടുത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടും. താങ്ക് യു.